ഡോക്ടർ ഹാരിസ് ചിറക്കൽ കുറച്ച് നാൾ മുമ്പ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു മനുഷ്യനാണ്. വീണ്ടും അദ്ദേഹം വാർത്തയിൽ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിനൊരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആരോഗ്യവകുപ്പിൽ നിന്ന് കൊടുത്തു. കാരണം കാണിക്കൽ നോട്ടീസ് എന്ന് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, നോട്ടീസിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു ഒരു ഒരു കുറ്റാരോപണ മെമ്മോ ആണ്. ആ രീതിയിലാണ് വന്നേക്കുന്നത്. അതായത് ഇത് ഹാരിസ് ചെയ്ത കുറ്റം എന്താണെന്നറിയോ? ഈ മെഡിക്കൽ കോളേജിലെ അപര്യാപ്തത, അതായത് മരുന്നുകളുടെ അതുപോലെ തന്നെ മെഡിക്കൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത, അത് അദ്ദേഹം പുറത്തു പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. അത് ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞില്ല എന്നുള്ളതാണ്. അവിടുത്തെ സൂപ്രണ്ടും പ്രിൻസിപ്പലും ഒക്കെ പറഞ്ഞേക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇത് കൊലപാതകത്തെക്കാളും വലിയ കുറ്റമാണ് ഹാരിസ് ചെയ്തേക്കുന്നത് കേട്ടോ. കാരണം അവിടെ ഒന്നും അറിയിക്കാതെ ചെയ്തെന്നാണ്. 2 ലെറ്റർ ഹാരിസ് രണ്ട് പ്രാവശ്യം കൊടുത്ത അതായത് ഈ ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങളില്ല, ശസ്ത്രക്രിയ നടത്താൻ ഒക്കുന്നില്ല എന്നുള്ളത് കാണിച്ചുകൊണ്ട് 2 ലെറ്ററുകൾ അദ്ദേഹം കൊടുത്തത് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത്, സൂപ്രണ്ട് കൊടുത്തേക്കുന്നതാണ്. എന്നിട്ടാണ് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല എന്ന് കേട്ടോ, അവിടെ പരാതിപ്പെട്ടില്ലെന്ന്. ഇനി എന്താ പറയണം? ഹാരിസ് മൈക്ക് കെട്ടി ഇവൻ്റെ വീട്ടിൽ, സൂപ്രണ്ടിൻ്റെ വീട്ടിലിൻ്റെ മുമ്പിൽ മൈക്ക് കെട്ടി വെച്ച് വിളിച്ചു പോകണമായിരുന്നു ഇത് അയാളുടെ ചെവിയിലോട്ട് കയറാൻ. അപ്പോൾ അതാണ് വന്നേക്കുന്ന കാര്യം. ഇനി പൊക്കോട്ടെ. ഇനി അവിടെ എന്നിട്ട് അതിനകത്ത് ആരോപണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവിടെ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രോബില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു ശസ്ത്രക്രിയ നടത്തിയില്ല, കാരണം മുടങ്ങിയെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നു, കാരണം പിറ്റേന്ന് തന്നെ അത് ശസ്ത്രക്രിയ നടന്നല്ലോ. പിറ്റേന്ന് നടന്ന എന്താ? വിമാനത്തിൽ ഹൈദരാബാദിൽ നിന്ന് സാധനം എത്തിച്ചതാണ് ഹാരിസ് പറഞ്ഞതുകൊണ്ട്. കാരണം പുറത്ത് പറഞ്ഞപ്പം അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞ എന്താ കാര്യം എന്ന് അറിയുന്നത്? ഹാരിസ് നല്ലൊരു ആദ്യം ഇച്ചിരി മോശമായിട്ട് പറയാൻ വന്നു, പിന്നെ പെട്ടെന്ന് മാറ്റിയിട്ട് ഹാരിസ് നല്ലൊരു ഡോക്ടറാണ്, നല്ല കാര്യമാണ്, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം വളരെ നല്ല ജോലി ചെയ്യുന്നവനാണ്, അങ്ങതാണ് മാടയ കൂടെയെന്നെല്ലാം പറഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ ഈ കുറ്റാരോപണം മെമ്മ അടിച്ചു കൊടുത്തേക്കുക മാത്രമോ? ഇതിനകത്ത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അവിടെ MP ഫണ്ടിൽ ഒരു ഉപകരണം വാങ്ങിയിരുന്നു എന്ന്. അപ്പോൾ നല്ല വിലയുള്ള ഒരു എന്തോ ആണ്. ആ ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണാനില്ലെന്ന് എന്ന് പറഞ്ഞാൽ, ഡോക്ടർ ഹാരിസേ നിങ്ങളൊന്ന് സൂക്ഷിച്ചോണം, നിങ്ങൾ മോഷണ കേസ് പ്രതിവാൻ പോവുക, അതാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഭാഗം കാണാനില്ലെന്ന്, അതവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ലെന്ന്. അപ്പോൾ ഇത് എന്ന് കാണാതായി, ആരെടുത്ത് മാറ്റി, ഇതൊക്കെ അന്വേഷിക്കുന്നതിന് പകരം അതിന് വേറെ അന്വേഷണം, അത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷണം, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു അന്വേഷണം ആദ്യം അങ്ങ് നടത്തി ഹാരിസിൻ്റെ പുറത്ത് കേട്ടോ. എന്നിട്ട് അവർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ പുറത്താണ് ഈ അച്ചടക്ക ലംഘനം ഉണ്ടായെന്നും. എന്ന് വെച്ചാൽ മിണ്ടരുത്, അതാണ്. എന്തനാവശ്യം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഉണ്ടായാലും സർക്കാർ ഉദ്യോഗസ്ഥരെ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ അനങ്ങരുത്. അനങ്ങാൻ പോയി കഴിഞ്ഞാൽ അത് അച്ചടക്ക ലംഘനമായിട്ട് മാറും. മനസ്സിലായോ? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞൊക്കെ ആയിരിക്കും, പക്ഷേ അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്, നടപടി വേണം. അപ്പോൾ ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടുത്ത് പത്രക്കാർ ചോദിക്കുന്നപ്പോൾ അതായത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി കണ്ടു. വളരെ രസകരമായ മറുപടിയാണ്. സ്വാഭാവികമായ നടപടിക്രമമാണ്. ശരിയാ ഹാരിസേ, നിങ്ങൾ ഇതുപോലെ ഒക്കെ ചെയ്തു വെച്ചല്ലോ, ഇനി നിങ്ങൾക്കെതിരെ നടപടി വരുന്നത് നിങ്ങളെ തരം താഴ്ത്തുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടുന്നതോ ഇത് നിങ്ങളുടെ സ്ഥലം മാറ്റുന്നതോ, ഇതൊക്കെ സ്വാഭാവികമായ നടപടിയായിരിക്കും. മനസ്സിലായില്ലേ? അതാണ് അത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതിൻ്റെ സ്വാഭാവികമായ നടപടിയാണ്. എന്നാൽ അയാളെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവിടെ മെച്ചപ്പെട്ട് അത് സ്വാഭാവികമായ നടപടിയല്ലായിരിക്കും അല്ലേ? ഇത് ഇയാൾ വിളിച്ചു പറഞ്ഞത് ഒറ്റ കാരണം കൊണ്ട് ഹൈദരാബാദിൽ നിന്ന് ആവശ്യമുള്ള ഉപകരണങ്ങൾ എത്തിച്ചല്ലോ, അത് സ്വാഭാവികമായ നടപടിയല്ലേ? അതും സ്വാഭാവികമായ നടപടിയാണ്. ഇപ്പോൾ ഈ പാവത്തിനെ ഉണ്ടല്ലോ, മോഷണക്കേസ് കുരുക്കാനുള്ള ഒരിടപാടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാരിസ് ആ യന്ത്രത്തിൻ്റെ ഒരു ഭാഗം കാണാനില്ല, യന്ത്രത്തിൻ്റെ ഭാഗം കൊണ്ടിന്ന് ഹാരിസ് മോഷിച്ചുകൊണ്ട് പോയതായിരിക്കും എന്നിനി പറയും. അതാണ് പ്രശ്നം. അപ്പോൾ എന്താണ് ഈ മോഷണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, എൻ്റെ ഒരു വസ്തു ഒരാൾ അത് മോഷണം ചെയ്ത് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എടുത്ത് മാറ്റി വെച്ചെന്നിരിക്കട്ടെ. കാരണം അങ്ങോട്ട് മാറ്റി വെച്ചു, കൊണ്ടുപോയില്ല,
പക്ഷേ ഇയാളിത് കണ്ട് ശ്രദ്ധപ്പെടുന്നില്ല, അയാൾ മനസ്സിലാക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് പിന്നെ എടുത്തുകൊണ്ട് പോവാം എന്നുള്ള രീതിയിൽ എടുത്ത് മാറ്റി വെച്ചാൽ അതിൻ്റെ സ്ഥാനചലനം സംഭവിപ്പിച്ചാൽ പോലും മോഷണമാവും അവിടെ. ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ ഇനി ഈ പാവത്തിന് മോഷണ കേസിൽ കൂടെ പെടുത്താനുള്ള ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയെന്ന് ഞാൻ കാണുന്നത്. കാരണം ഇങ്ങനൊരു ഇത് കാണാനില്ല, അപ്പോൾ ന്യൂസ് കാണാനില്ല, അതിപ്പോഴും ഇതുവരെ അത് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരിയാണ്, റിപ്പോർട്ട് ചെയ്തതിലൊക്കെ പ്രശ്നമാണ്, കാണാനില്ല, എന്ന് കാണാനില്ലാതായി എന്നൊക്കെ പറയണം. അത് അവരുടെ റിപ്പോർട്ടിലുണ്ട് പോലും കേട്ടോ. ഈ ഒരു കാരണം ആരോഗ്യ വിദഗ്ധരെ കൊണ്ട് റിപ്പോർട്ട് വരുത്തിയല്ലോ, കാരണം ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ഇതിൻ്റെ ഈ ആരോപണത്തിന്മേൽ. അപ്പോൾ അത് ആ റിപ്പോർട്ടിനകത്ത് ഇതുപോലെ ഗുരുതരമായ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് കേട്ടോ. മന്ത്രി പറയാതെ പറഞ്ഞു ഇതുപോലെ ഈ അവിടെ ഈ ഒരു യന്ത്രത്തിൻ്റെ ഒരു ഭാഗം കാണാനില്ലെന്ന്. ഇനി അത് തന്നെത്താൻ അലിഞ്ഞു പോയോ, അതോ ദ്രവിച്ചു പോയോ, അതോ വായുവിൽ ലയിച്ചോ, ഇതൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, ഇത്തരുണത്തിൽ ഈ ഹാരിസിനെതിരെയുള്ള അലിഗേഷൻ്റെ കൂടെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആ പാവത്തിനെ പിടിച്ച് മോഷണ കേസിലൂടെ പ്രതിയാക്കാനാണ്. അത് ഡോക്ടർ ഹാരിസ് സൂക്ഷിക്കുക, അതുപോലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും സൂക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്ന കുറവോ ന്യൂനതകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകരുത് കേട്ടോ. അനങ്ങാതെ വീട്ടിൽ കിട്ടുന്ന ശമ്പളം വാങ്ങിക്കുക, അത് എണ്ണി പോക്കറ്റിലിടുക, വീട്ടിൽ കൊണ്ടുപോവുക, ചിലവ് കഴിച്ചോണം, അനങ്ങാതെ വന്ന് ജോലി ചെയ്തോണം. അല്ല, നിങ്ങൾ നാട് നന്നാക്കാനൊന്നും ഇറങ്ങേണ്ട, അത് നിങ്ങളുടെ ജോലിയല്ല. അതൊക്കെ രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരുടെയും ജോലിയാണ്. നിങ്ങളെന്തിനാണ് ഇത് ഏറ്റെടുക്കേണ്ടേ കാര്യം? അവിടെ ആരെങ്കിലും ശസ്ത്രക്രിയയില്ല, മുളകി മരിച്ച്, നിങ്ങളിപ്പം ആ മരിച്ചു പോയെന്നങ്ങ് വിചാരിച്ചോണം, അത്രയേ ഉള്ളൂ. പക്ഷേ മനുഷ്യത്വം കടന്നുകൂടി, അതാണ് പ്രശ്നം. ഡോക്ടർ ഹാരിസിൽ ഒരു മനുഷ്യനുണ്ടായിപ്പോയി, അതാണ് പ്രശ്നം. മനുഷ്യത്വമല്ല ഇവിടെയൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഇവർ പ്രതീക്ഷിക്കുന്നത്, അവർ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും പ്രതീക്ഷിക്കുന്നത് മനുഷ്യത്വമല്ല, യാന്ത്രികമായിട്ടുള്ള പെരുമാറ്റമാണ്. അതായത് ബൊമ്മ, അതായത് നിങ്ങളെ കീ കൊടുത്തങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്തോണം, ആ കീ തീരുമ്പോൾ നിങ്ങൾ നിർത്തിക്കൊണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് വേണ്ടത്. അല്ലാതെ ആത്മാർത്ഥത കാണിക്കാൻ പോകരുത് കേട്ടോ. പോയാൽ ഡോക്ടർ ഹാരിസിനുള്ള അനുഭവം ഉണ്ടാകും. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്വരം ഇടറുന്നത് ഞാൻ കണ്ടു ഹാരിസിൻ്റെ. പക്ഷേ നിങ്ങളുടെ സ്വരം ഇടണ്ട ഹാരിസ്, കാരണം നിങ്ങളിത് പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് എന്നായാലും ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പോയി. ആ ചൂണ്ടിക്കാണിക്കാൻ പോയത് ഒരുപാട് പേർക്ക് കൊള്ളുന്ന കാര്യമാണ്, പലർക്കും പൊള്ളും. ആ പൊള്ളുന്നവർ നിങ്ങൾക്കെതിരെ നടപടിയായിട്ട് ഇറങ്ങും. അതിൻ്റെ ഭാഗമാണിത് എന്ന് മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഇതുകൊണ്ട് മനസ്സ് വേദനിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ അതിനകത്ത് ഒരുപാട് തിരിച്ചടികളൊക്കെ വരും. അത് മന്ത്രി പറഞ്ഞ പോലെ സ്വാഭാവികമായ ഒരു നടപടിയാണ് കേട്ടോ. അങ്ങനെ വരും, സ്വാഭാവികമായിട്ടുള്ള നടപടി ഇതുപോലെ ഒരുപാട് വരും. അത് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കണം. എന്നാലും എനിക്ക് സർക്കാരിനോടൊരു അപേക്ഷയുണ്ട്. ഈ പാവപ്പെട്ട സത്യസന്ധനായ മിടുക്കനായ ഈ ഡോക്ടറെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മേളിൽ മോഷണക്കുറ്റം ചുമത്തരുത്. അങ്ങനൊരു അപേക്ഷയുണ്ട് എനിക്ക്.